إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا لله الدين الخالص والذين اتخذوا من دونه أولياء ما نعبدهم إلا ليقربونا إلى الله زلفى إن الله يحكم بينهم فيما هم فيه يختلفون إن الله لا يهدي من هو كاذب كفار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാനമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, സർവ്വലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധി വിലക്കുകളും കൽപ്പനാ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ അഖിലവും സദാ സത്യസന്ധമായി പാലിക്കുകയും പുലർത്തുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും അനുധാവനം ചെയ്ത് ശരിയായ ഈമാനും ഇഖ്ലാസും തഖ്വയും ഉൾക്കൊണ്ട് അള്ളാഹുവിന്റെ ഏറ്റവും നല്ല അടിമകളായി ജീവിതം നയിക്കുകയും അന്തിമമായി അള്ളാഹുവിന്റെ ഇഷ്ടവും തൃപ്തിയും നേടിയവരായി മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നതിനു വേണ്ടി ജീവിതത്തിൽ അങ്ങേയറ്റം ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തണമെന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാ സഹോദരി സഹോദരന്മാരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാനമായ ഷഹാദത്തിന്റെ ആശയങ്ങളിൽ നിന്ന്, ശരിയായ ഈമാനിൽ നിന്ന് വ്യതിചലിച്ചു പോവുകയും അതിന്റെ പുറത്ത് കടന്നു പോവുകയും ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചു വന്നിട്ടുള്ളത്. ആ ഗണത്തിൽ മറ്റൊരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഖുത്ബയിലൂടെ സംസാരിക്കണമെന്ന് ഉദ്ദേശിക്കുന്നത്. അതായത്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും ചുളിവിലൂടെ, എളുപ്പവഴിയിലൂടെ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നവരായ ആളുകളാണ്. എന്നാൽ ദീനിന്റെ കാര്യങ്ങളൊന്നും എളുപ്പവഴിയിൽ, ചുളുവഴിയിലൂടെ നേടിയെടുക്കാൻ പറ്റുന്നതല്ല. ഏതൊരു വിശ്വാസിയും അവനവന്റെ ശരിയായ ഉത്തരവാദിത്വത്തിൽ നിന്നുകൊണ്ട് നിർവഹിക്കുമ്പോൾ മാത്രം നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ദീനുകൊണ്ട് ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ. ചുളിവിലൂടെ കാര്യങ്ങൾ നേടുന്നതിന്റെ ഭാഗമായിട്ടാണ് മനുഷ്യന്മാര് അള്ളാഹുവിന്റെയും സൃഷ്ടികളുടെയും ഇടയിൽ മധ്യവർത്തികളെ ഉണ്ടാക്കുന്നത്. പൊതുവെ മനുഷ്യന്മാര് ധരിച്ചു വച്ചിട്ടുള്ളൊരു സംഗതി എന്താന്ന് വെച്ചാൽ, നമ്മളൊക്കെ പാപികളാണ്, കുറ്റവും തെറ്റും പെരുകിയവരാണ്. പാപികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരാധനകളോ കാര്യങ്ങളോ ഒന്നും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാവുകയില്ല. നമുക്ക് അള്ളാഹുവിനോട് നേർക്കുനേരെ പ്രാർത്ഥിക്കുവാനോ ആരാധിക്കുവാനോ ഉള്ള അർഹതയില്ല, അവകാശമില്ല. അതുകൊണ്ട് നമ്മളൊക്കെ പാപികളായതിനാൽ പാപം ചെയ്യാത്ത പരിശുദ്ധന്മാര് എന്ന് ഗണിക്കപ്പെടുന്ന ആളുകളുടെ മധ്യവർത്തിത്വം ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ, നമ്മുടെ ദീനിയായ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന ഒരു മിഥ്യാധാരണയിൽ നിന്നും വിശ്വാസത്തിൽ നിന്നുമാണ്
അള്ളാഹുവിന്റെയും സൃഷ്ടികളുടെയും ഇടയിൽ മധ്യവർത്തികളെ ഉണ്ടാക്കുക എന്ന് പറയുന്ന വിഷയം ഉണ്ടായി വരുന്നത്. ദീനുൽ ഇസ്ലാമിൽ അങ്ങനെയല്ല. ദീനുൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ മഹത്വങ്ങളിലും സവിശേഷതകളിലും പെട്ട ഒരു കാര്യമാണ് അള്ളാഹുവിന്റെയും സൃഷ്ടികളുടെ ഇടയിലും ഒരു മധ്യവർത്തി ആവശ്യമില്ല എന്നത്. ലാ യജൂസു ഇത്തിഹാദുൽ വസാഇത് ബൈനല്ലാഹ് വബൈനൽ അബ്ദ്. അള്ളാഹു നമ്മുടെ ഉടമയാണ്, നമ്മളൊക്കെ അള്ളാന്റെ അടിമകളാണ്. ഉടമയായ അള്ളാഹുവിന്റെയും അടിമകളായ മനുഷ്യന്റെയും ഇടയിൽ എന്താവശ്യമില്ല? ലാ യജൂസു ഇത്തിഹാദുൽ വസാഇത്, മധ്യവർത്തികളെ, മീഡിയേറ്റർമാരെ വെക്കുക എന്ന് പറയുന്നത് ലാ യജൂസ്, അനുവദനീയമല്ല. എന്ത് കാര്യത്തിൽ? ഫിൽ ഇബാദത്തി വദ്ദുആ, ആരാധനകളിലും പ്രാർത്ഥനകളിലും. ആരാധന സ്വീകാര്യമാകണമെങ്കിൽ മഹത്തുക്കൾ വേണം, അത് വേണ്ട. പ്രാർത്ഥന അള്ളാഹുവിങ്കൽ സ്വീകാര്യമാകണം, ഇടയാളന്മാര് വേണം, വസായിത്ത് വേണം എന്ന ചിന്ത വേണ്ട. ദീനൻ അനുവദിക്കുന്നില്ല. കാരണം ലിഅന്നല്ലാഹ അമറ ബിഇബാദതിഹി വദുആഇഹി, അല്ലാഹു തആല അവനെ ഇബാദത്ത് ചെയ്യാനും അവനോട് പ്രാർത്ഥിക്കുവാനും വേണ്ടി കൽപ്പിച്ചിരിക്കുന്നത് ദൂനത്തിഹാദി വസായിത്, അള്ളാഹുവിന്റെയും സൃഷ്ടികളുടെയിൽ ഒരു മധ്യവർത്തികളെ വെക്കാതെ നേർക്ക് നേരെ അള്ളാഹുവിനെ ആരാധിക്കുകയും ഇബാദത്തെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ വേണ്ടിയാണ് അള്ളാഹു തആല അവന്റെ ദീനിലൂടെ കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്താവശ്യമല്ല? നടുക്കൊരു മധ്യവർത്തി ആവശ്യമല്ല. അള്ളാഹ് നമ്മളോട് ഏറ്റവും അടുത്തവനാണ്, സൃഷ്ടികളെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നവനാണ്. നമ്മളോട് ഏറ്റവും അധികം ഇഷ്ടമുള്ളവൻ ആരാണ്? നമ്മളെ സൃഷ്ടിച്ചവനായ റബ്ബാണ്. നമ്മളോട് ഏറ്റവും അധികം കാരുണ്യമുള്ളവൻ ആരാണ്? നമ്മളെ സൃഷ്ടിച്ചവനായ റബ്ബാണ്. അതുകൊണ്ട് തന്നെ ആ കാരുണ്യവാനായ, നമ്മളോട് ഏറ്റവും അടുത്തവനായ റബ്ബിന്റെയും നമ്മളുടെയും ഇടയിൽ പിന്നെ ഒരു മധ്യവർത്തിയുടെ ആവശ്യമേ ഇല്ല. അതാണ് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്ന അധ്യാപനം. സൂറത്ത് ബഖറയിലൂടെ അല്ലാഹു തആല പറയുന്നു, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅാനി ഫൽയസ്തജീബു ലീ വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർശുദൂൻ. വഇദാ സഅലക, നിന്നോട് ചോദിച്ചാൽ, ഇബാദി, എന്റെ അടിമകൾ, അന്നി, എന്നെപ്പറ്റി ചോദിച്ചാൽ. അല്ല പറയാണ് അള്ളാഹുവിന്റെ റസൂലിനോട്. എന്താ പറയാനുള്ള കാരണം എന്നറിയോ? ചില ആളുകൾ വന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിച്ചു എന്നാ അതിന്റെ സബബുൻ നുസൂലായിട്ട് പറയുന്നത്. ആ ഖരീബുൻ റബ്ബുന ഫനുനാജി, അല്ല നമ്മുടെ റബ്ബ് നമ്മൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ, മുനാജാത്ത് നടത്താൻ, രഹസ്യം പറയാൻ മാത്രം അടുത്തവനാണോ? നമ്മൾക്ക് മുനാജാത്ത് നടത്താൻ മാത്രം അള്ളാഹു അടുത്തവനാണോ? അംബഈദുൻ ഫനുനാദി, അല്ല നമ്മൾക്ക് വിളിച്ചാൽ കേൾക്കാൻ പറ്റുന്ന അകലത്തിലുള്ളവനാണ്. നമുക്ക് മുനാജാത്ത് നടത്താൻ മാത്രം അടുത്തവനാണോ? നമ്മൾ വിളിച്ചാൽ കേൾക്കാൻ മാത്രം അകലെയുള്ളവനാണോ? അള്ളാഹ് അടുത്തവനാണോ അകലെയുള്ളവനാണോ എന്നാ ചോദ്യം. ആ ചോദ്യത്തിനുള്ള മറുപടി പറയാൻ അല്ലാഹു തആല കൽപ്പിക്കുകയാണ്, വഇദാ സഅലക, നിന്നോട് ചോദിച്ചാൽ, ഇബാദി, എന്റെ അടിമകൾ ചോദിച്ചാൽ, അന്നി, എന്നെക്കുറിച്ച് ചോദിച്ചാൽ, നീ എന്താ പറയേണ്ടത്? ഫഇന്നീ ഖരീബുൻ, ഞാൻ അടുത്തവനാണ് എന്ന് പറയണം. അള്ളാഹ് അടുത്തവനാണ്. അപ്പൊ അള്ളാഹു അടുത്തവനാണ് എന്ന ആശയം ഇവിടെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു ആണ് നമ്മളോട് ഏറ്റവും അടുത്തവൻ. അവൻ റഖീബാണ്. അള്ളാഹിനെ പറ്റി എന്താണ്? അള്ളാഹിന്റെ സിഫത്തിൽ ഒന്നാണെന്ത്? റഖീബ്. അവൻ നമ്മളെ സദാ നിരീക്ഷിക്കുന്നവനാണ്. അവന്റെ നിരീക്ഷണത്തിന്, അള്ളാഹുവിന്റെ നിരീക്ഷണം ഒരാൾ പുറത്തു പോകില്ല. അശ്ശഹീദ്, അള്ളാഹിന്റെ മറ്റൊരു പേരാണ് ഷഹീദ്. അവൻ സാക്ഷിയാണ്. അവന്റെ സാക്ഷിത്വത്തിൽ നിന്ന് പുറത്തു പോകുന്നൊരു പണിയും ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല. അൽ മുത്തലിഉ അല സിർരി വൽ അഖ്വാ, അവൻ എല്ലാ സിർറ്, രഹസ്യങ്ങളും എല്ലാ ഗോപ്യമായി കിടക്കുന്ന സംഗതികളെക്കുറിച്ചും അറിയുന്നവനാണ്. അൽ മുത്തലിഉ അല, അതൊക്കെ നിരീക്ഷിക്കുകയും അറിയുകയും ചെയ്യുന്നവനാണ്. പിന്നെയോ യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ, കണ്ണിന്റെ കട്ടുനോട്ടങ്ങളെപ്പറ്റി അറിയുന്നവനാണ്. നമ്മൾ എന്താ നോക്കുന്നത്, നമ്മുടെ നോട്ടത്തിന്റെ ലക്ഷ്യം എന്താണ്, അത് അള്ളാഹ്ക്കറിയാം. അള്ളാന്റെ കണ്ണ് വെട്ടിച്ചിട്ട് ഒരാൾക്ക് ഒന്നിനെയും നോക്കാൻ കഴിയില്ല. വമാ തുഖ്ഫിസ് സുദൂർ, മനുഷ്യന്റെ ഹൃദയങ്ങളിൽ മറച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും അള്ളാഹു അറിയുന്നവനാണ്. അതാണ് അള്ളാഹുവിന്റെ ഇൽമ്. അത്രമാത്രം അള്ളാഹു തആല മനുഷ്യനോട് അടുത്തു നിൽക്കുന്നവനാണ്. എത്രത്തോളം?
നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവനാഡിയേക്കാളും അടുത്തു നിൽക്കുന്നവനാണ് നാം. മനുഷ്യന്റെ ജീവനാഡിയേക്കാളും മനുഷ്യനോട് അടുത്തവനാണ് അള്ളാഹു. അത്രത്തോളം മനുഷ്യനോട് അടുത്തു നിൽക്കുന്ന റബ്ബിന്റെയും ആ മനുഷ്യന്റെയും ഇടയിൽ പിന്നെ ആരാവശ്യമില്ല? ഒരു മധ്യവർത്തിയുടെ ആവശ്യമല്ല, ഒരു മീഡിയേറ്റർ പിന്നെ ആവശ്യമല്ല. അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് വൈന്നി ഖരീബ്, ഞാൻ അടുത്തവനാകുന്നു എന്ന് പറയാൻ കാരണം. പിന്നെ പറയുന്ന എന്താ? ഉജീബു ദഅവത്തദ്ദാഇ, പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം തരും. അള്ളാന്റെ വാഗ്ദാനാണ്. പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം തരും. പ്രാർത്ഥിക്കണമെങ്കിൽ വേറെ മധ്യവർത്തി വേണമെന്നില്ല. നമ്മൾ ഒരാളോട് പറയാ, അയാൾ നമ്മുടെ കാര്യം അള്ളാഹിലേക്ക് എത്തിക്കുക, അങ്ങനെയല്ല. പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം തരും. ഇദാ ദഅാനി, അവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ. അപ്പൊ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഞാൻ തരും എന്ന് അള്ളാഹു തആല വാഗ്ദാനം ചെയ്യുന്നു. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ? ഫൽയസ്തജീബു ലീ, അവൻ എനിക്കുത്തരം നൽകട്ടെ. വലിയുഅ്മിനൂ ബി, അവൻ എന്നിൽ വിശ്വസിക്കുകയും ചെയ്യട്ടെ. രണ്ട് കണ്ടീഷനാണ്. ഒരാൾക്ക് അയാളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ അള്ളാഹുവിന് വഴിപ്പെട്ട ആൾ ജീവിക്കണം. ഫൽയസ്തജീബു ലീ, അവൻ എനിക്കുത്തരം നൽകട്ടെ എന്ന് പറഞ്ഞാൽ അൽ ഇസ്തിജാബത്തു ബിൽ ഇൻഖിയാദ്, അള്ളാഹ്ക്ക് വഴിപ്പെടലാണ്. ബി അവാമിരിഹി വനവാഹി, അള്ളാഹ് കൽപ്പിച്ചതനുസരിച്ച് ചെയ്യുക, അള്ളാഹ് വിലക്കിയതിനെ വിലക്കുക, അള്ളാഹുവിന്റെ വിലക്കിൽ പങ്കാളിയാകാതിരിക്കുക, അള്ളാഹുവിന്റെ കൽപ്പനയിൽ പങ്കാളിയായി വിധേയത്വം പ്രഖ്യാപിക്കുക. അതാണ് ഇസ്തിജാബത്തുള്ള എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഒരാളിലുണ്ടോ? അള്ളാഹ്ക്ക് ഇസ്തിജാബത്ത് ചെയ്യുന്നവനാണോ എങ്കിൽ അവന്റെ പ്രാർത്ഥന അള്ളാഹു തആല സ്വീകരിക്കുന്ന. രണ്ടാമത് പറഞ്ഞതോ വൽയുഅ്മിനൂ ബി, അവൻ എന്നിൽ വിശ്വസിക്കുകയും ചെയ്യട്ടെ. അപ്പൊ അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസം ഉണ്ടാവുക. അള്ളാഹുവാണ് എല്ലാറ്റിന്റെയും നിയന്താവ്. അള്ളാഹു എന്നെ കൈവിട്ടാൽ പിന്നെ ആരും രക്ഷപ്പെടുത്താനില്ല. അള്ളാഹു എന്നെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒഴിവാക്കാൻ വേറെ ആർക്കും കഴിയില്ല. ആ നിലക്ക് അള്ളാഹുവിൽ പരമമായി വിശ്വസിക്കുന്ന ഒരാളായിരിക്കുക. എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ച് ജീവിക്കുന്ന ഈമാനുള്ള ഒരാളാവുക. അതേപോലെ തന്നെ അയാളുടെ പ്രാർത്ഥന സ്വീകരിക്കുവാൻ തടസ്സമാകുന്ന കാര്യങ്ങൾ അയാൾ ഇല്ലാതിരിക്കുകയും ചെയ്യാം. പ്രാർത്ഥിക്കുന്ന കാര്യം എന്താണ്? പ്രാർത്ഥിക്കുന്നത് നല്ല കൽബോട് കൂടിയായിരിക്കണം. ദഅാ റബ്ബഹു ബിഖൽബിൻ ഹാദിർ, നല്ല സാന്നിധ്യമുള്ള ഹൃദയത്തോടു കൂടിയായിരിക്കും പ്രാർത്ഥിക്കേണ്ടത്. പിന്നെയോ വദുആഇൻ മശ്റൂ, അല്ലാഹു തആല നിയമമാക്കിയിട്ടുള്ള കാര്യങ്ങളെ പ്രാർത്ഥിക്കാൻ പറ്റും. അള്ളാഹിനോട് ഒന്നും ചോദിക്കാൻ പറ്റില്ല. അള്ളാഹിനോട് ചോദിക്കാൻ പറ്റിയ കാര്യങ്ങളെ അള്ളാഹിനോട് ചോദിക്കാൻ പറ്റും. മശ്റൂ ആയിരിക്കണം. വലം യംനഉ മാനിഉൻ മിൻ ഇജാബത്തി ദുആ, പ്രാർത്ഥന സ്വീകരിക്കുന്നതിന് തടസ്സമായി തീരുന്ന കാര്യങ്ങളൊന്നും അയാൾ ഉണ്ടാകാൻ പാടില്ല. പ്രാർത്ഥന സ്വീകരിക്കപ്പെടാതിരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊന്ന് ഹറാം ഉപയോഗിക്കുക, ഹറാമിൽ ജീവിക്കുക, ഹറാം തിന്നുക. അഖിലിൽ ഹറാം, ഹറാം തന്നെ തിന്നുകൊണ്ടിരിക്കുന്ന ഒരാള് കൈ മേലോട്ട് ഉയർത്തിയിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അള്ളാഹു തആല പരിഗണിച്ചെന്ന് വരില്ല. ഈ പറഞ്ഞ വ്യവസ്ഥകൾക്കൊക്കെ വിധേയമായി കൊണ്ട് ഒരാൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അള്ളാഹു തആല സ്വീകരിക്കും. മുജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാനി. ഇവിടെ എവിടെങ്കിലും ഒരു മധ്യവർത്തി ഉണ്ടോ? ഇല്ല. ഇങ്ങനെ ഒരാൾ ചെയ്താൽ ലഅല്ലഹും യർശുദൂൻ, അവർ യഥാർത്ഥ നേരായ മാർഗത്തിലായി, ഹിദായത്തിലായി. അപ്പൊ ഒരാൾ നേരായ മാർഗത്തിലാകാൻ, ഹിദായത്തിലാകാൻ വേണ്ട കണ്ടീഷൻസ് ആണ് ഈ പറഞ്ഞതൊക്കെ. അവിടെ ഒന്നും എന്ത് പറഞ്ഞിട്ടില്ല? അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി അള്ളാഹിന്റെയും സൃഷ്ടികളുടെയും ഇടയിൽ ഏതെങ്കിലും ഒരു മധ്യവർത്തി വേണമെന്നൊരാശയം അള്ളാഹു തആല പറഞ്ഞിട്ടില്ല, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല. അതുണ്ടാകാനും പാടില്ല. അബ്ദ്, അടിമ, ഉടമ, അത് മാത്രമല്ല, അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധമാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. ഉടമയായ അള്ളാഹുവിനോട് അടിമക്കുണ്ടാകുന്ന ബന്ധമാണ് ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ. അവിടെ ഈ പറയുന്ന ആരുടെ ആവശ്യമല്ല, നമ്മളെ അറിയുന്നവനായ അള്ളാഹുവിലേക്ക് നേർക്കുനേരെ കൈ ഉയർത്തുക. വീണ്ടും ഖുർആൻ പറയുന്നുണ്ട്, വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബിതാ പറഞ്ഞിരിക്കുന്നു, ഉദ്ഊനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചുകൊള്ളുക, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. അള്ളാന്റെ വാഗ്ദാനാണ്. നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറയുന്നത്, എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കും, നിങ്ങൾക്ക് ഉത്തരം തരാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എന്നെ ഇബാദത്ത് ചെയ്യുന്ന കാര്യത്തിൽ ആരെങ്കിലും അഹങ്കാരിയായാൽ, അതെങ്ങനെ അഹങ്കാരിയാകുക? അള്ളാഹിനോട് പ്രാർത്ഥിക്കാതിരിക്കുക.
പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു മുസ്ലിമിന്റെ, ഒരു അള്ളാന്റെ അടിമയിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു സ്വഭാവമാണ് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ. ആ പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ആരാധന, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഒരാൾ അള്ളാഹുവിന്റെ അടിമയാവുകയും, അബ്ദിൽ നിന്നാണല്ലോ ഇബാദത്ത് ഉണ്ടാകുന്നത്. അബ്ദ് ചെയ്യുന്ന കാര്യമാണ് ഇബാദത്ത്, ആരാധന. അപ്പൊ ആ അടിമയിൽ നിന്ന് ഇബാദത്ത് എന്ന് പറയുന്ന സംഗതി ഇല്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഒരു ധിക്കാരിയാണെന്നാണ്. അതുകൊണ്ടാ പറയുന്നത് സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാത്ത, അള്ളാഹുവിനോട് ദുആ ചെയ്യാത്ത, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാത്ത ആളുകൾ നിന്ദ്യന്മാരുടെ കൂട്ടത്തിൽ നരകത്തിൽ പ്രവേശിക്കുന്ന. അപ്പൊ അടിമക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ വിനയത്തിന്റെ അടയാളമാണ് പ്രാർത്ഥിക്കുക, ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അത് നേർക്ക് നേരെ അള്ളാഹിനോട് ചെയ്യുക. ഇവിടെ ഒന്നും എന്ത് പറഞ്ഞിട്ടില്ല, എന്റെയും അടിമകളുടെയും ഇടയിൽ ഇന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അവരെ മധ്യവർത്തികളാക്കിക്കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോ. അതാണ് സ്വീകരിക്കാനും ഉത്തരം ചെയ്യാൻ, അള്ളാഹുവിങ്കൽ ഉത്തരം കിട്ടാനുള്ള ഏറ്റവും വലിയ വഴി എന്ന് അള്ളാഹു താല ശരീഅത്തിൽ പറഞ്ഞിട്ടില്ല, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ അതുണ്ടായത്? അത് മനുഷ്യന്റെ മിഥ്യാധാരണയിൽ നിന്നും ഉണ്ടായതന്നെ. അങ്ങനെ ഉണ്ടായവരായ സമുദായത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അവർ ചെയ്യുന്നത് ശിർക്കാകുന്നു എന്ന് ഖണ്ഡിതമായും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മധ്യവർത്തികളെ ഉണ്ടാക്കിയവരായ ആളുകൾ ശിർക്കിൽപ്പെട്ടു, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയുടെ താൽപര്യത്തിൽ നിന്ന് പുറത്തുപോയവരാകുന്നു, ശിർക്ക് ചെയ്തവരാകുന്നു എന്ന് ഖണ്ഡിതമായും ഖുർആൻ പറയുന്നുണ്ട്. സൂറത്ത് തൗബയിൽ അല്ലാഹു തആല പറയുന്നു, ഇത്തഖദൂ അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ്. അവർ ആര്? പൂർവികമായ സമുദായക്കാർ, യഹൂദികൾ, നസ്രാനികൾ, പ്രധാനമായിട്ട് അവരാണ്. അവർ ഇത്തഖദൂ സ്വീകരിച്ചു, അഹ്ബാറഹും അവരുടെ പണ്ഡിതന്മാരെ, വറുഹ്ബാനഹും അവരുടെ റുഹ്ബാനുകളെയും. അഹ്ബാർ റുഹ്ബാൻ എന്ന് പറഞ്ഞാൽ ആരാധന ചെയ്തുകൊണ്ട് മാത്രം ജീവിക്കുന്ന സാഹിദീയങ്ങളായ, ഭൗതിക ലോകമായിട്ടൊരു ബന്ധമില്ലാതെ ഭൗതിക വിരക്തരായി അള്ളാഹുവിന്റെ ദിക്റ്, ആ പ്രാർത്ഥന അങ്ങനെ കഴിഞ്ഞുകൂടുന്ന സാഹിദീയങ്ങളായ ആളുകൾക്കാണ് റുഹ്ബാൻ എന്ന് പറയാം. അപ്പൊ പരിശുദ്ധന്മാരാണ്. അങ്ങനെയാണ് മനുഷ്യന്മാരങ്ങനെ തന്നെയാണല്ലോ. സാധാരണഗതിയിൽ നമ്മളെ ആളുകൾ മനസ്സിലാക്കി വെച്ചെന്താ, കയ്യിൽ നല്ലൊരു തസ്ബീഹ്മാലയും തലയിൽ നല്ല വല്ല കെട്ടും നല്ല വെള്ളക്കുപ്പായവും ഒക്കെ അണിഞ്ഞു നടക്കുന്ന ഒരാളെ സംബന്ധിച്ച് നമ്മളെന്ത് മനസ്സിലാക്കും? അയാൾ സാഹിദാണ്, അയാൾ പരിശുദ്ധനാണ് എന്നൊരു ധാരണ എങ്ങനെയോ നമുക്കുണ്ടാവും. പരിശുദ്ധി എന്ന് പറഞ്ഞ മനുഷ്യന്റെ മനസ്സുമായി ബന്ധപ്പെട്ടതാണ്, അവന്റെ അഖീദവും വിശ്വാസവുമായി ബന്ധപ്പെട്ട, അവന്റെ കോലവുമായി ബന്ധപ്പെട്ട സംഗതിയല്ല. പക്ഷേ ഇങ്ങനെ സാഹിദീങ്ങളാണ് എന്ന് വിശ്വസിക്കുന്നവരായ ആളുകളെയും അവർ സ്വീകരിച്ചു. എന്തായി സ്വീകരിച്ചു? അർബാബൻ മിൻ ദൂനില്ലാഹ്. അള്ളാഹുവിന് പുറമെ അവർ റബ്ബുകളാക്കി. അള്ളാഹുവിന് പുറമെ ഈ പറഞ്ഞവരായ ആളുകളെ റബ്ബുകളാക്കി. എങ്ങനെ റബ്ബുകളാക്കുക? അള്ളാഹു നമ്മുടെ റബ്ബാണ്, അള്ളാഹു നമ്മുടെ റബ്ബാണ്. ആ റബ്ബിന്റെ സ്ഥാനത്തേക്ക് ഈ പറഞ്ഞ മതപണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും കയറ്റിവെച്ചു. എങ്ങനെയാണത് കയറ്റിവെക്കുന്നത്? അള്ളാഹുവിന്റെ നിയമം പോലെ തന്നെ അംഗീകരിക്കപ്പെടേണ്ട നിയമമാകുന്നു ഇവരുടേതെന്ന് പറയാം. അതായത് അവര് യുഹില്ലൂന ലഹും മാ ഹറമല്ലാഹ്, ഈ പറഞ്ഞ മതപണ്ഡിതന്മാരും പുരോഹിതന്മാരും അവർക്ക് അനുവദിച്ചു കൊടുക്കുന്നു. മാ ഹറമല്ലാഹ്, അല്ലാഹു തആല ഹറാമാക്കിയ കാര്യങ്ങളൊക്കെ അവർക്ക് അനുവദിച്ചു കൊടുക്കുന്നു. അപ്പൊ യുഹില്ലൂനഹു, അപ്പൊ അവര് ഹലാലായി എടുക്കുന്നു. തനിച്ച ഹറാമായ കാര്യങ്ങൾ ഹലാലാക്കി അവർ എടുക്കുന്നു. ഇപ്പൊ പലിശ എന്ന് പറയുന്നത് കൊടിയ ഒരു പാപമാണ്. ദീനുൽ ഇസ്ലാം വല്ല കൊടിയ പാപമായി പ്രഖ്യാപിച്ച ഒരു സാധനമാണെന്ത്? പലിശ. ആ പലിശ ചില മതസമൂഹങ്ങൾക്കൊക്കെ എന്താണ്? അനുവദനീയമാണ്. അള്ളാഹ് നിശ്ചിതമായ കാര്യം അവർ അനുവദനീയമാക്കി കൊടുത്തു, അത് ഉപയോഗിക്കുന്നു, അങ്ങനെ അവരനുസരിക്കുന്നു. അതുപോലെ തന്നെ വയുഹർരിമൂന ലഹും മാ അഹല്ലല്ലാഹ്, അല്ലാഹു തആല അവർക്ക് അനുവദിച്ചു കൊടുത്ത കുറെ കാര്യങ്ങളുണ്ട്, അവരെന്ത് ചെയ്യുന്നു? ഹറാമാക്കുന്നു. കല്യാണം കഴിക്കുക അത് പാടില്ല, മഹാപാപമാണെന്ന് വിശ്വസിക്കുന്നവരായ ആളുകളുണ്ട്. അള്ളാഹു അനുവദിച്ച കാര്യത്തെ നിഷിദ്ധമാക്കി പ്രഖ്യാപിക്കുന്നവരാണ്. അതങ്ങനെ തന്നെ മതനിയമമാക്കി വിശ്വസിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യുന്നവർ ആരാണ്? ഈ പറയുന്ന മതപണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും റബ്ബുകളാക്കിയവരാണ്. അതുപോലെ തന്നെ വയുശർരിഊന ലഹും മിൻ ശറാ, അവർ കുറെ മതനിയമങ്ങൾ, ശരീഅത്തുകൾ ഉണ്ടാക്കി കൊടുക്കുന്നു. ഈ ശരീഅത്തുകളൊക്കെ ആരംഗീകരിക്കുന്നു? ഇവരെ റബ്ബുകളാക്കിയവരായ ആളുകൾ അംഗീകരിക്കുന്നു. എങ്ങനെ? അന്നഹും മതാഉഹും, അവരനുസരിക്കുന്നു. ഫീമാ അഹല്ലൂഹു ലഹും, അവർക്ക് അവർ അനുവദിച്ചു കൊടുത്തല്ലേ അനുവദനീയമാക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് നിഷിദ്ധമാക്കി അംഗീകരിച്ചു കൊടുക്കുന്നു. വലൗ കാന മുഖാലിഫൻ ലിശറഇല്ലാഹ്, അള്ളാഹുവിന്റെ ശറഇന് വിരുദ്ധമായ കാര്യങ്ങളാണ് ഇവർ അനുവദനീയമാക്കുകയും നിഷിദ്ധമാക്കുകയും ചെയ്യുന്നതെങ്കിലും അവരംഗീകരിക്കുന്നു. ഇങ്ങനെ അംഗീകരിച്ചു കൊടുക്കുക. ഈ പണിയാണ് എന്ത് ചെയ്യുന്നത്? അർബാബ് ആക്കുക,
അഹ്ബാറിനെയും റുഹ്ബാനെയും അർബാബാക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാകുന്നു. ഇപ്പോ ക്രൈസ്തവ സമൂഹത്തിൽ ത്രിയേകത്വം എന്നൊരു സിംഗത്തിന് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന സംഗതിയാണ് പുരോഹിതന്മാരെന്ന് പറയുന്നത്. മതപുരോഹിതന്മാർ എന്താണോ പറയുന്നത് അതാണ് അവർക്ക് ദീന്. അല്ലാതെ വേദ നിയമങ്ങൾ നോക്കിയിട്ടല്ല. ഒരു മതപണ്ഡിതൻ, മതപുരോഹിതൻ, പോപ്പ്, തിരുമേനി എന്നൊക്കെ പറയുന്ന ആള് എന്താണോ മതമായി കൽപ്പിക്കുന്നത് അത് നമ്മൾക്ക് മതമായിട്ട് അംഗീകരിക്കുക. അവരിലൂടെ വേണം എന്ത് ചെയ്യുക? അള്ളാഹുവിനെ പ്രാപിക്കാൻ. അവർ മധ്യവർത്തിയാണ്. ആ മധ്യവർത്തി സങ്കല്പത്തെക്കുറിച്ച് ഖുർആൻ എന്താണ് അവർ പറഞ്ഞത്? അള്ളാഹു തആല പറയുന്നു, വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദൂ ഇലാഹൻ വാഹിദ. അള്ളാഹു അവരോട് ഏകനായ ഇലാഹിനെ മാത്രം ആരാധിക്കാനേ കൽപ്പിച്ചിട്ടുള്ളൂ. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ വേറൊരു ഇലാഹില്ല. സുബ്ഹാനഹു അമ്മാ യുശ്രികൂൻ. അവർ ചെയ്യുന്ന ശിർക്കിൽ നിന്ന് അള്ളാഹു പരിശുദ്ധനാകുന്നു. അപ്പൊ അവർ ചെയ്തതെന്താ? എന്താണ് അവർ ചെയ്തത്? ശിർക്കാണ്. അതോ മതപണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും റബ്ബുകളാക്കി വെക്കുകയും അവർ പറഞ്ഞ അംഗീകരിക്കുകയും അവരെ മീഡിയേറ്റർമാരാക്കി മനസ്സിലാക്കുകയും ചെയ്യുക എന്നതിനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞ എന്താണ്? ശിർക്കാണ്. അപ്പൊ ശിർക്കിൽപ്പെടുന്ന അങ്ങനെയാണ്. അപ്പൊ മധ്യവർത്തികൾ വഴി ഒരാൾ ശിർക്കിൽപ്പെടുന്നത് എങ്ങനെ എന്നതിന്റെ കൃത്യമായ ഉദാഹരണമാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി വിശുദ്ധ ഖുർആൻ അവതീർണമായിട്ടുള്ള കാലഘട്ടത്തിൽ ജനങ്ങളുടെ വിശ്വാസം എന്താ? അവിടെയും ഇതേപോലെയുള്ള വിശ്വാസങ്ങളാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തുമായി വന്ന സമൂഹത്തിൽ ഉണ്ടായിരുന്നവരായ ആളുകൾ പലതിനെയും ആരാധിച്ചവരാണ്. എന്തിനാണ് ആരാധിച്ചത്? എന്തിനു വേണ്ടിയാണ് അവർ ആരാധിച്ചത്? വിശുദ്ധ ഖുർആൻ അത് പറയും. ഞാൻ ഒന്നാമത് ഓതി വെച്ചിട്ടുള്ള ആയത്ത് സൂറത്ത് സുമറിലെ 3-ാമത്തെ ആയത്തിൽ പറയുന്നു, അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്. ഖാലിസായ ദീന് അള്ളാഹ്ക്കുള്ളതാണ്. ഖാലിസായ ദീന് അള്ളാഹ്ക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ ലില്ലാഹി വഹ്ദഹു, അള്ളാഹുവിന് മാത്രമുള്ളതാണ്. അത്താഅത്തു താമ്മത്തു, പരിപൂർണമായ അനുസരണം. അസാലിമത്തു മിന ശിർക്കി, എല്ലാവിധ ബഹുദൈവത്വത്തിൽ നിന്ന് മുക്തമായിട്ടുള്ള പരിപൂർണമായ അനുസരണം ആർക്കുള്ളതാണ്? അള്ളാഹുവിനുള്ളതാണ്. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്. എന്നാൽ വല്ലദീന തഖദു മിൻ ദൂനിഹി ഔലിയ, വേറെ ചില ആൾക്കാരുണ്ട്, അവർ അള്ളാഹുവിന് പുറമെ ചില ഔലിയാക്കന്മാരെ സ്വീകരിച്ചവരാണ്. അപ്പൊ അള്ളാഹുവിന് പുറമെ പ്രാർത്ഥിക്കപ്പെടുന്നവരായ ആളുകൾക്ക് 3 പേരാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഇവിടെ പറഞ്ഞതുപോലെ വല്ലദീന തഖദു മിൻ ദൂനിഹി ഔലിയാ, അള്ളാഹുവിന് പുറമെ സംരക്ഷകന്മാരായി ചില ആൾക്കാരെ വെക്കുക. ആരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വലിയ? അള്ളാഹു മാത്രമാണ് വലിയ. വലിയ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സംരക്ഷിക്കുന്നവൻ, നമ്മളെ ഏറ്റെടുക്കുന്നവൻ, നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നവൻ. ആരാ? അള്ളാഹ് മാത്രമാണ്. അതിന്റെ സ്ഥാനത്തേക്ക് ഏതെങ്കിലും ഒരാളെ നമ്മൾ വേറെ സങ്കല്പിക്കുക. അവൻ എന്റെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കും, അവനോട് പറഞ്ഞാൽ മതി എന്ന് വിശ്വസിക്കുമ്പോ എന്തായി? അവനെ കുറിച്ച് ഔലിയാ എന്ന് പറയാ. അള്ളാഹുവിന് പുറമെ ഔലിയാക്കന്മാരെ ഉണ്ടാക്കി. അതേപോലെ വിശുദ്ധ ഖുർആൻ സൂറത്ത് സുമറിലെ 43-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, അമിത്തഖദു മിൻ ദൂനിഹി ശുഫആ. അങ്ങനെ അവർ ആരാധിച്ചു വരുന്നവരായ ആൾക്കാർക്ക് വേറൊരു പേരാണെന്ത്? ശുഫആ. അമിത്തഖദു, അവർ സ്വീകരിച്ചു വെച്ചിരിക്കുകയാണോ? മിൻ ദൂനിഹി, അള്ളാഹുവിന് പുറമെ ശുഫആ, ശഫാഅത്ത് ചെയ്യുന്നവരായ ആളുകളെ അവർ വെച്ചിരിക്കുകയാണോ? അപ്പൊ 2 പേരെ, ഒന്ന് ഔലിയാ, 2 ശുഫആ. അതേപോലെ തന്നെ സൂറത്ത് ഫുർഖാനിലൂടെ അള്ളാഹു ചോദിക്കുന്നു, ഇത്തഖദൂ മിൻ ദൂനിഹി ആലിഹതൻ, അള്ളാഹുവിന് പുറമെ ചില ആരാധ്യന്മാരെ അവരെടുത്തു. അള്ളാഹുവിന് പുറമെ ചില ആരാധ്യന്മാരെ, ആരാധിക്കപ്പെടുന്നവരെ അവരെടുത്തു. ലാ യഖ്ലുഖൂന ശൈഅൻ, അവരാകത്തെ ഒന്നിനെയും സൃഷ്ടിക്കാത്തവരാണ്. വഹും യുഖ്ലഖൂൻ, അവർ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അവരൊന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല, അവരെ സൃഷ്ടിക്കപ്പെട്ടതാണ്. വലാ യംലികൂന ലിഅൻഫുസിഹിം ദർറൻ വലാ നഫ, അവർക്ക് അവരോട് തന്നെ എന്തെങ്കിലും ഗുണമോ ദോഷമോ ചെയ്യാൻ ഉള്ള കഴിവ് ഉടമപ്പെടുത്താത്തവരാണ്. വലാ യംലികൂന മൗതൻ, അവർ മരണത്തെയോ വലാ ഹയാത്തൻ, ജീവിതത്തെയോ വലാ നുശൂറ, ഉയർത്തെഴുന്നേൽപ്പിനെ, എങ്ങനെയുള്ള ഒരു കാര്യത്തിന് ഉടമപ്പെടുത്താത്തവനാണ്. അതൊക്കെ ഉടമപ്പെടുത്തുന്നവനാരാ? യഥാർത്ഥവൻ അള്ളാഹു. മൗത്ത്, ഹയാത്ത്, നുശൂറൊക്കെ ഉടമപ്പെടുത്തുന്നവൻ അള്ളാഹു, സാക്ഷാൽ അള്ളാഹു. അപ്പൊ ഈ പറയുന്ന ആരാധ്യന്മാരാ, അവർ വിശ്വസിക്കുന്നവരായ ആൾ, ഇതൊന്നും ഉടമപ്പെടുത്താത്തവരായ ആളുകൾ അവർ ആരാധിക്കുന്നു. അപ്പൊ ആരാധ്യന്മാരെന്ന് ഖുർആൻ അവരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ശുഫആ, ശുപാർശക്കാര് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഔലിയാ എന്ന് പറഞ്ഞ സംരക്ഷകന്മാര് എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം സെയിം, എല്ലാം ഒരൊറ്റ ആശയത്തിലാണ്. എന്തിനാണ് ഇവർ ചെയ്യുന്നത്?
അതാ പിന്നീട് ഖുർആൻ പറയുന്നത് വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ, അള്ളാഹുവിന് പുറമെ ഈ രക്ഷാധികാരികളായ ചില ആളുകളെ അവർ എടുത്തിട്ട് അവർ പറയാണ് മാ നഅ്ബുദുഹും, ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ല, ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, ഇവര് ഞങ്ങളെ അള്ളാഹുവിങ്കലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ. കണ്ടോ? അപ്പൊ മക്കയിലെ മുശ്രിക്കീങ്ങൾ അള്ളാഹുവിന് പുറമെ പലതിനെയും ആരാധിച്ചത് എന്തിനാ? ആ ആരാധന വഴി അള്ളാഹുവിങ്കലേക്ക് അവർ ഇവരെ അടുപ്പിക്കും എന്ന വിചാരത്തിലാണ്. അല്ലാതെ ആ പറഞ്ഞ ആരാധ്യന്മാർ യഥാർത്ഥത്തിൽ ആരാധന അർഹിക്കുന്നവരോ അള്ളാഹുവിനെ പോലെ തന്നെ ആരാധിക്കപ്പെടേണ്ടവരാണെന്നോ അല്ലെങ്കിൽ അള്ളാഹുവിന് മേലെയാണെന്നോ അല്ലെങ്കിൽ അള്ളാഹുവിന് സമമായി ആരാധിക്കപ്പെടേണ്ടവരാണെന്നോ ഒന്നും അവർക്ക് വിശ്വാസമല്ല. പിന്നെ എന്താ വിശ്വാസം? അള്ളാഹ് പരമോന്നതമായ സ്ഥാനത്താണ്. ആ പരമോന്നതമായ സ്ഥാനത്തുള്ളവനായ റബ്ബിങ്കിലേക്ക് അടുക്കണമെങ്കിൽ നമ്മൾ പാപികളായ ആളുകൾക്ക് പറ്റുകയില്ല. അതുകൊണ്ട് പാപം ചെയ്യാത്തവരെന്ന് വിചാരിക്കുന്ന പുണ്യപുരുഷന്മാരെ മുന്നിൽ വെച്ചുകൊണ്ട് അവരോട് കാര്യം പറയാ. അങ്ങനെ പറഞ്ഞാൽ എന്താ പറയാ? പ്രാർത്ഥന. അവരോട് നമ്മൾ കാര്യം പറയുന്നു, നമ്മളെ കാര്യം ഹാസിലാക്കി തരണേ എന്ന് അവരോട് പറഞ്ഞാൽ അവർ അള്ളാഹുവിന്റെ അടുക്കൽ നേടിത്തരുമെന്ന വിശ്വാസമാണ് അവർക്കുള്ളത്. അതിനാണ് മീഡിയേറ്റർ ഉണ്ടാക്കുക എന്ന് പറയുന്നത്, മധ്യവർത്തിയെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞത്. ആ മധ്യവർത്തിയെ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് തന്നെയാണ് അള്ളാഹു താല എന്ത് പറഞ്ഞത്? കുഫ്ർ എന്ന് പറഞ്ഞത്. നമ്മൾ വ്യക്തമായി തിരിച്ചറിയേണ്ട കാര്യമാണ്. എന്നിട്ട് അള്ളാഹു താല പറയുന്നത് എന്താ? ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും, തീർച്ചയായും അള്ളാഹു താല അവർക്കിടയിൽ വിധിക്കും. ഫീമാഹും ഫീഹി യഖ്തലിഫൂൻ, അവർ ഏതൊരു കാര്യത്തിലാണോ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുള്ളത് എങ്കിൽ ആ കാര്യത്തിൽ നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹു തആല വിധിക്കും. രണ്ട് വിഭാഗം ആളുകളാ. ഒന്ന് അള്ളാഹുവിനോട് മാത്രം ഖാലിസായി പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിന്റെയും സൃഷ്ടികളുടെയും മധ്യവർത്തികൾ വേണ്ട എന്ന് വിശ്വസിക്കുന്ന, അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്നവരായ ആളുകൾ, അവരൊരു ഭാഗത്ത്. മറുഭാഗത്തോ അള്ളാഹുവിന്റെയും സൃഷ്ടികളുടെയും മധ്യവർത്തികൾ വെക്കുകയും അവരോട് പ്രാർത്ഥിക്കുകയും അവർ മുഖേന അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന രണ്ട് കൂട്ടർ. ആ രണ്ട് കൂട്ടർക്കിടയിലും നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹു വിധിക്കും. എന്തായിരിക്കും വിധിക്കുന്നുള്ളത്? അള്ളാഹുവിന് അനുകൂലമായി നിലപാടെടുത്തവരായ ആളുകൾക്ക് അനുകൂലമായ വിധി ഉണ്ടാവും, മറ്റവർക്കെതിരായി വിധി ഉണ്ടാവും. അതാ പറഞ്ഞതിന്റെ അർത്ഥം. എന്നിട്ട് അവസാനം പറയുന്നതോ ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ കാദിബുൻ കഫാർ, കാദിമും കഫാറുമായവരായ ആളുകളെ അള്ളാഹു നേർമാർഗത്തിലാക്കൂല. എന്താ കാദിം എന്ന് പറഞ്ഞാൽ? കള്ളവാദം പറയാ, കള്ളത്തരം പറയുക. കഫാർ എന്ന് പറഞ്ഞാലോ അങ്ങേയറ്റം വലിയ നിഷേധിയാവുക. അങ്ങേയറ്റം നിഷേധിയായിട്ടുള്ള കള്ളവാദികൾക്ക് അള്ളാഹു താല ഹിദായത്ത് കൊടുക്കൂല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇവിടെ ആരെ പറ്റിയാ പറയുന്നത്? അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ സൃഷ്ടികൾക്കുമിടയിൽ മധ്യവർത്തികളെ ഉണ്ടാക്കി അവർ മുഖേന അള്ളാഹുവിന്റേക്ക് അടുപ്പിക്കാൻ പറ്റും. ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ എന്ന അവരെ സംബന്ധിച്ചിടത്തോളം നല്ല ഉദ്ദേശമാണ്. പക്ഷെ അള്ളാഹിനെ സംബന്ധിച്ച് നല്ല ഉദ്ദേശമല്ല. അങ്ങനെ ചെയ്തവരായ ആളുകൾ കള്ളവാദികളാണ്. അത് അള്ളാഹു താല പഠിപ്പിക്കാത്തതാണ്. അള്ളാഹ് പഠിപ്പിക്കാത്തൊരു നിയമം ദീനിന്റെ പേരിൽ വെച്ച് കെട്ടിയവർക്കുണ്ട് കദ്ദാബ്. രണ്ടാമത്തതോ അള്ളാഹുവിന്റെ ദീനിന്റെ വ്യക്തമായ തത്വങ്ങൾക്ക് എതിരായ കാര്യം ചെയ്തുകൊണ്ട് കഫാർ. അവർ കഫാറുമാണ് കദ്ദാബുമാണെന്നാ. ഇനി നമ്മൾ ആലോചിക്കുക, ഇതേപോലെയുള്ള സംഗതി നമ്മുടെ സമുദായത്തിൽ നടക്കുന്നുണ്ടോ? ഈ പറഞ്ഞ ഇതേ സംഗതിയാണോ നമ്മൾക്കിടയിൽ നമ്മുടെ സമുദായങ്ങളിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ? നമ്മൾക്ക് വിശ്വാസമല്ലേ? പല ആളുകളും മുസ്ലിം ഉമ്മത്തിൽ വിശ്വസിക്കുന്നില്ലേ? അമ്പിയാക്കന്മാരുണ്ട്, ഔലിയാക്കന്മാരുണ്ട്, അവരെ മധ്യവർത്തികളാക്കിക്കൊണ്ട് നേർക്ക് അള്ളാഹുവിലേക്ക് അടുക്കുക എന്ന് വിശ്വസിക്കുന്നവരല്ലേ? അതിന് നമ്മൾ വേണമെങ്കിൽ ഉദാഹരണം പറയും. എന്താ ഉദാഹരണം? വലിയ വലിയ ആലിമീകൾ വന്ന് പറയാണ് അള്ളാഹുവിലേക്ക് നമുക്ക് നേർക്കുനേരം അങ്ങോട്ട് സമീപിക്കാൻ കഴിയില്ല, കാരണം നമ്മൾ പാപികളാണ്. പാപം ചെയ്യുന്നവർക്ക് നേർക്കുനേരെ സമീപിക്കാൻ കഴിയുന്നവനല്ല അള്ളാഹ്. ഏതുപോലെ ഒരു പവർ സ്റ്റേഷൻ, അതിൽ നിന്ന് നമ്മൾ കറണ്ട് നേരെ ഇങ്ങോട്ട് ഈ ബൾബിലേക്കും ഇതുപോലെ ഈ സാധനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ സ്ഥിതി? അത് പൊട്ടിത്തെറിച്ചു പോകും. അപ്പൊ എന്ത് ചെയ്യണം? നേർക്കുനേരെ ബന്ധപ്പെടാൻ പറ്റില്ല, അള്ളാഹുവിലേക്ക് നേർക്കുനേരെ ബന്ധപ്പെടാൻ പറ്റാത്തതുപോലെ അതിനെന്ത് ചെയ്യണം? ഇടയ്ക്ക് ട്രാൻസ്ഫോമർ വേണം, അതുപോലെ ഉപകരണങ്ങൾ ഉണ്ടാകണം, എന്നിട്ട് കറണ്ടിന്റെ ശക്തി കുറക്കണം, എന്നിട്ട് വരണം, എങ്കിലെന്താവും? ഇതൊക്കെ നിലനിൽക്കും. അതേപോലെ തന്നെയാണ് മഹാശക്തി പ്രഭാവമുള്ള റബ്ബിങ്കലേക്ക് നമ്മൾ പ്രാർത്ഥിച്ചിട്ടും കാര്യമല്ല, നമ്മൾ ഇബാദത്തെടുത്തിട്ടും കാര്യമല്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഏറ്റവും തൃപ്തിപ്പെട്ട ഇഷ്ടപ്പെട്ടവരായ ആളുകളെ മധ്യത്തിൽ നിർത്തുക, അവർ നമ്മുടെ കാര്യം പറയാ, അവർ നമുക്ക് വേണ്ടി ശഫായത്ത് ചെയ്യുക, അവർ നമ്മുടെ കാര്യം നേരെയാക്കി തരിക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ നാട്ടിലുള്ളവരായ ആളുകളും
പറയുന്നു. അതും ഇതും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു വ്യത്യാസവുമില്ല. അവരെക്കുറിച്ച് അല്ലാഹു തആല എന്താ പറഞ്ഞത്? കാഫിറും കദ്ദാബുമാണ്, മുശ്രിക്കാണ് എന്നാ പറഞ്ഞു. ഈ മീഡിയേറ്റർമാരുണ്ടാക്കിയവരായ ആളുകൾ, ഒന്ന് മുശ്രിക്കീങ്ങൾ, രണ്ട് കാഫിർ കദ്ദാബ് എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതെന്തിനാ നമുക്ക് പറഞ്ഞു തന്നത്? അവർ നല്ലവരാണെന്ന് പറയാൻ വേണ്ടിയിട്ടില്ല, ആ വഴി നിങ്ങൾ പോകരുത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി എന്താ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ എന്താ ചെയ്യേണ്ടത്? അത് അള്ളാഹ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. അള്ളാഹുവിങ്കലേക്ക് നമ്മൾക്ക് അടുക്കാനുള്ള വഴി എന്ത് എന്ന് അള്ളാഹു തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ട്, ആ പഠിപ്പിച്ചു തന്ന മാർഗവും കൂടി വഴിയും കൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഇൽത്തിവാസിനും ഈ കുഴപ്പത്തിലും നമ്മൾ പെടുകയില്ല. നമ്മുടെ വിശ്വാസവും നമ്മുടെ അഖീദയും നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലയും പരിപൂർണമായി സംരക്ഷിക്കപ്പെടാൻ നമുക്ക് പറ്റും. അതുകൊണ്ട് അതാണ് നമ്മൾ ഉൾക്കൊള്ളുകയും പഠിക്കുകയും ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ കാര്യങ്ങൾ, ദീനിന്റെ ശരിയായ ഇൽമുകൾ അതാത് രീതിയിൽ ഉൾക്കൊണ്ട് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള സൗഭാഗ്യം നമുക്കെല്ലാം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على النبي الكريم وعلى آله وصحبه أجمعين. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഞാൻ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യാനും. ഒരു ഖുദ്സിയായ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സൃഷ്ടിക്ക്, ഒരു അടിമക്ക് അല്ലാഹുവിങ്കലേക്ക് അടുക്കാനുള്ള വഴി എന്തെന്ന് പഠിപ്പിച്ചു. അതെന്താണത്? വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബു ഇലയ്യ മിമ്മ അഫ്തർതുഹു അലൈഹി. ഒരടിമ തന്റെ റബ്ബിങ്കലേക്ക്, അതായത് അള്ളാഹുവിങ്കലേക്ക് ഒരടിമ അടുക്കുന്നതിൽ ഏറ്റവും ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്താണ്? മിമ്മഫ്തറൽതുഹു അലൈഹി, ഞാൻ ആ അടിമക്ക് വേണ്ടി നിർബന്ധമാക്കിയ കാര്യവും ചെയ്തുകൊണ്ടാ. നിർബന്ധമായി ഒരാൾ ചെയ്യേണ്ട കുറെ ഫറായിലുകളുണ്ട്. ആ ഫറായിലുകളായ കാര്യങ്ങളൊക്കെ ഒരാൾ ചെയ്തുകൊണ്ടാണ് അള്ളാഹിന്റെ അടുക്കലേക്ക് അടുക്കേണ്ടത്. 5 നേരം നിസ്കരിക്കാത്ത ഒരുത്തന്, റമളാൻ മാസത്തിൽ നോമ്പ് നോൽക്കാത്ത ഒരുത്തന്, കഴിവുണ്ടായിട്ടും സക്കാത്ത് കൊടുക്കാത്ത ഒരുത്തൻ അടുക്കാൻ കഴിയില്ല. അടുക്കണമെങ്കിൽ ഈ പറഞ്ഞ പണി ഒരുത്തൻ. അതിനാണ് അല്ലാഹു തആല റസൂലുള്ളാഹിനെ അയച്ചത്. ഇതൊക്കെ നിങ്ങൾ ചെയ്യണം, എന്നാലേ അള്ളാഹിന്റെ അടുക്കൽ അടുക്കാൻ പറ്റും, സാമീപ്യം നേടാൻ പറ്റുമെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാ വന്നത്. പിന്നെയോ വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ, എന്റെ അടിമ എന്നിലേക്ക് സാമീപ്യം തേടും. ബിൻ നവാഫിലി, ഫർള് കഴിഞ്ഞാൽ പിന്നെ സുന്നത്തുകൾ ചെയ്യുക. ഹത്താ ഉഹിബ്ബ, ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നത് വരെ. അപ്പൊ അള്ളാഹിന്റെ ഇഷ്ടം നേടാനുള്ള വഴി എന്താ? ഫർള് കഴിഞ്ഞാൽ പിന്നെ സുന്നത്തായ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി ഫൈദ അഹ്ബബ്തുഹു, അങ്ങനെ ഫർളും സുന്നത്തൊക്കെ ഒരാൾ ചെയ്താലോ ഞാൻ അവനെ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ കുന്തു സമഅഹു അല്ലദീ യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന ചെവി ഞാനാകും. എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് ഒരു കാര്യം പിന്നെ കേൾക്കൂല എന്നർത്ഥം. വയുബ്സിറു അല്ലദീ വബസറു അല്ലദീ യുബ്സിറു ബിഹി, അവൻ കാണുന്ന കാഴ്ച ഞാനാകും. എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ കൽപ്പനക്കെതിരായി പിന്നെ ഒന്ന് കാണാൻ പോവില്ല. വയദഹു അല്ലദീ യബ്തിശു ബിഹാ, അവൻ പിടിക്കുന്ന കൈ ഞാനാവും. എന്ന് പറഞ്ഞാൽ അവന്റെ കൈ അള്ളാഹിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി പിന്നെ പോകൂല. വരിജിലഹു അല്ലദീ യംശി ബിഹാ, അവൻ നടക്കുന്ന കാല് ഞാനാവും. എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെടാത്ത വഴിയിൽ പിന്നെ അവൻ സഞ്ചരിക്കൂല. അങ്ങനെ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട, അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയ ഒരാളാണെങ്കിൽ വഇൻ സഅലനീ ലഉതിയന്നഹു, ഓൻ എന്നോട് ചോദിച്ചാൽ ഞാൻ അവന് കൊടുക്കും. ഇതാണ് അള്ളാഹിന്റെ വലിയ ഔലിയാക്കന്മാരെന്നൊക്കെ പറഞ്ഞാൽ. വലഇൻ ഇസ്തആദനീ ലഉഈദന്നഹു, അവൻ എന്നോട് അഭയം ചോദിച്ചാൽ ഞാൻ അവന് അഭയം കൊടുത്തത് തന്നെ. അപ്പൊ ഇങ്ങനെ ഒരു മർത്തബയിലേക്ക് ഒരാൾക്ക് എത്തുക എന്നുള്ളതാണെന്ത്? അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരാകുക, വലിയാകുക എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും കുപ്പായിട്ട് നടക്കുന്ന ആൾക്കാർക്കുള്ളതല്ല, നമുക്കൊക്കെ ഉള്ളതാണ്. നമ്മുടെ കച്ചവടക്കാരനായ, കൃഷിക്കാരനായ, തൊഴിലാളിയായ, പാവപ്പെട്ടവനായ, പണക്കാരനായ എല്ലാ ആളുകൾക്കും ഇപ്പറഞ്ഞ കാര്യമൊക്കെ ബാധ്യതയാണ്. 5 നേരം നിസ്കരിക്കാൻ ഒരാൾക്ക് തയ്യാറുണ്ടോ? ഈ പറഞ്ഞ ഫറായിലുകളൊക്കെ ഒരാൾ ചെയ്യുന്നുണ്ടോ? ഓൻ അള്ളാഹുവിന്റെ മുഖറബായി, ഓന്റെ കോലം എന്തെങ്കിലും ആവട്ടെ. അപ്പൊ ഇവിടെ ഇതാണ് അള്ളാഹുവിങ്കലേക്ക് അടുക്കാനുള്ള വഴിയായി അള്ളാഹു തആല പഠിപ്പിച്ചത്, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. നമ്മൾ വിചാരിച്ചു വെച്ചതോ പാപികളും കുറ്റക്കാരുമാണെങ്കിൽ നടുവിലൊരാളുണ്ടായാൽ മതി. എന്ത് കാര്യം അങ്ങനെയാണ്. നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് നിസ്കരിക്കാൻ നേരല്ല, ഒന്നും നേരല്ല. പാപ്പ മരിച്ചു കഴിഞ്ഞാൽ ഏൽപ്പിച്ചു കൊടുക്കാൻ, നേരെ മൂല്യമാരെ ഏൽപ്പിച്ചു കൊടുക്കുക, അല്ലെ പുരോഹിതന്മാരെ ഏൽപ്പിച്ച പൈസയും കൊടുക്കും. ഒക്കെ ഓല കൊണ്ടേറ്റാ, ഓല് ദ്വാരക്കുക, ഓല് ദിക്ർ നടത്തുക, ഓല് നിസ്കരിക്കുക, ഓല് ഖുർആൻ ഓതുക. നമുക്കാ പണിയൊന്നുമില്ല. ഇത് ആർക്കുള്ള? ഇങ്ങനെ ഈ മീഡിയേറ്റർമാർ എല്ലാ കാര്യത്തിലും ഈ മീഡിയേറ്റർമാരുണ്ടാക്കുക, ഓല ഏറ്റെടുത്തോട്ടെ എന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ഈ മൂഢത്വം, അതാണ് നമ്മൾ ആദ്യം അവസാനിപ്പിക്കേണ്ടത്. ഒരു തരത്തിലും അങ്ങനെ മീഡിയേറ്റർമാർക്ക് വേണ്ട. നമ്മൾ അള്ളാന്റെ അടിമകളാണ്, അള്ളാഹ് നമ്മുടെ ഉടമയാണ്. അള്ളാഹുവിന്റെ ഉടമാവകാശത്തെ മാനിക്കുകയും അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്താൽ നമുക്ക് രക്ഷയുണ്ട്. അല്ലേ? മീഡിയേറ്റർമാർ വെച്ച് നടന്നാൽ
അവരെ കീശയില് കായ് പോകും, നമുക്ക് നരകത്തിലും പോവാം. അതാണ് അവസാനം ഉണ്ടാകാൻ പോകുന്ന സംഗതി എന്ന് നമ്മൾ ബോധ്യം ഉണ്ടാകണം. ഇതൊക്കെ പച്ചക്ക് പറയാണ്, ഇതൊക്കെ ബോധ്യപ്പെടേണ്ട കാര്യമാണ്. നമ്മളെ പള്ളിയിൽ 3 കൊല്ലം ഖുത്ബ നിർവഹിച്ചിട്ട് ഒരാൾക്കും ഇവിടെ വരുന്ന ഒരു മനുഷ്യനും ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല. അള്ളാന്റെ കോടതിയിൽ നാളെ പോയിട്ട് 3 കൊല്ലം അയാളെ ഖുത്ബ നടത്തിയിട്ടും ഇക്കാര്യം ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല എന്ന് ഒരു കുട്ടിക്കും അള്ളാന്റെ കോടതിയിൽ നാളെ പോയിട്ട് ഉദുർ പറയേണ്ട ഗതികേടുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് അടിസ്ഥാനപരമായ കാര്യങ്ങളെക്കുറിച്ച് നന്നായി നമ്മൾ പഠിപ്പിക്കും. അത് ഞങ്ങളെ ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്യണം. അതാണ് ഒരു ഖുത്ബയുടെ അല്ലെങ്കിൽ ഒരു ഉത്ബോധനത്തിന്റെ ഏറ്റവും മുഖ്യമായ വശം എന്നുള്ളതുകൊണ്ടാണ് ഇതൊക്കെ എത്ര ഗൗരവത്തിൽ പറയുന്നത്. അതെല്ലാവരും അതേപോലെ ഉൾക്കൊണ്ടാൽ ഒരെ ദുനിയാവും നന്നാവും, ഓല ആഖിറത്തും നന്നാവും. അല്ലെങ്കിൽ രണ്ടും നമുക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥ വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ഹതഭാഗ്യന്മാരിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാവിധ തെറ്റുകുറ്റങ്ങളും പോരായ്മകളും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في